പിണറായിയുടെ 2 സർക്കാരുകളുടെ കാലത്ത് നടന്ന കിരാതവാഴ്ച. പെണ്ണുങ്ങളുടെ ഉടുതുണികൾ പോലും പറിച്ച് റോഡിലിട്ട് തല്ലിച്ചതച്ച നെറികെട്ട പോലീസ് വേട്ട. ഒരു കൂട്ടം പെണ്ണുങ്ങൾ പിണറായി ഭരണത്തിന് അന്ത്യം കുറിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ നിരീക്ഷണം. സിൽവർ ലൈനിന്റെ മഞ്ഞക്കുറ്റി പറിച്ച് പടക്കം പൊട്ടിച്ചും മധുരം വിളമ്പിയും സ്ത്രീകൾ പിണറായിയോട് പറഞ്ഞു, കേരയിൽ വരില്ല കേട്ടോ. കേരയിൽ വരും കേട്ടോ എന്ന പിണറായിയുടെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണിത്. രണ്ടാമത്തേത് ആശാവർക്കർമാരുടെ സമരം. അതും തെരുവിലിട്ട് ആശാവർക്കർമാരെ മുൻ സർക്കാർ നേരിട്ടു. ഈ 2 സമരങ്ങളുടെയും മുന്നിലുണ്ടായിരുന്നത് സ്ത്രീകളാണ്. അവർ അന്നേ കുറിച്ചിട്ടതാണ് പിണറായി ഭരണം തൊലയുമെന്ന്. പിണറായിയുടെ പിടിവാശിയാണ് ഈ 2 സമരങ്ങൾക്കും വഴിവെച്ചത്. എന്നിട്ട് എന്തായി? എന്ത് നേട്ടമാണ് ഉണ്ടായത്? കേരയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ആശാവർക്കർമാർക്ക് പിണറായി വിജയന്റെ അവസാന സർക്കാരിന്റെ കാലത്ത് തന്നെ 1000 രൂപ അനുവദിച്ചു കൊടുക്കേണ്ടിയും വന്നു. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ധാർഷ്ട്യം കാണിക്കൽ? സ്ത്രീപക്ഷമെന്ന് പറഞ്ഞവർ സ്ത്രീകളെ തെരുവിൽ വലിച്ചിഴച്ചു, അവരെ അപമാനിച്ചു, ദ്രോഹിച്ചു. പോലീസുകാർ അമ്മയെ തല്ലുന്നത് കണ്ട് പോലീസുകാർക്കിടയിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു കുട്ടിയുടെ ദൃശ്യങ്ങൾ പിണറായിക്കെതിരെ കേരള ജനവികാരം ഇളകാൻ കാരണമായി. കേരളയിൽ സമരകാലത്തെ പിണറായി വേട്ടയാടലിന്റെ ചിത്രമായിരുന്നു അത് മാധ്യമങ്ങളിലും പത്രങ്ങളിലും നിറഞ്ഞു. എന്നിട്ടും ആ ദൃശ്യമോ ചിത്രങ്ങളോ കണ്ടിട്ടും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പിണറായി തയ്യാറായില്ല. കേരളയിൽ വരുമെന്ന ധാർഷ്ട്യം കാണിച്ചു. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാകരുത് വികസനമെന്ന് പിണറായിക്ക് പാർട്ടിയിൽ നിന്ന് മുന്നറിയിപ്പ് പോയി. ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുക, പദ്ധതിയുടെ പഠനം നടക്കട്ടെ, കേരളത്തിൽ ഇത് സാധ്യമാകുമോ അതെല്ലാം അറിഞ്ഞതിന് ശേഷം മതി മഞ്ഞക്കുറ്റി അടിക്കലെന്ന് മുതിർന്ന നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞു. കേട്ടില്ല. ഞാനൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് നടപ്പിലാക്കിയേ അടങ്ങുവെന്ന അഹങ്കാരവും ധാർഷ്ട്യവും പിടിവാശിയും കാണിച്ചു. പക്ഷെ യുദ്ധം ചെയ്തത് കേരളത്തിലെ അമ്മമാരോടാണ്, വീട്ടമ്മമാരോടാണ്, കുട്ടികളോടുമാണ്. സമരമുഖത്ത് മുന്നിലുണ്ടായിരുന്നത് സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അവരെ പോലീസിനെ ഇറക്കി തല്ലിച്ചതച്ചത് പൊറുക്കാനാകാത്ത തെറ്റാണ്. കാണിച്ച പിഴവുകൾക്കെല്ലാം വലിയ തിരിച്ചടി കിട്ടി. ഇതിനിടയിൽ 1ാം സർക്കാരിന്റെ കാലത്തായിരുന്നു ഈ മഞ്ഞക്കുറ്റി അടിക്കൽ. എന്നാൽ വീണ്ടും അധികാരം കിട്ടി. അപ്പോൾ ഈ മഞ്ഞക്കുറ്റി അടിച്ചതും ജനങ്ങളെ നേരിട്ടതും ഈ സമരവും ഒന്നും തിരിച്ചടിച്ചില്ല എന്നുള്ള ഒരു വാദവുമായിട്ട് CPMകാരും പിണറായിയും രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. എന്നാൽ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വീണ്ടും കൈപൊള്ളി. അത് ആശാവർക്കർമാരുടെ സമരമായിരുന്നു. എത്രയോ സ്ത്രീകളാണ്, 10000കണക്കിന് സ്ത്രീകളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം കിടന്നത്. അവരുടെ സമരത്തിൽ പിണറായി സർക്കാർ വിറച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഗതികേടിലേക്ക് എത്തി. അതായത് പിണറായിക്ക് ആ സെക്രട്ടേറിയറ്റിന്റെ റോഡിലൂടെ സഞ്ചരിക്കാൻ പോലും പേടിയായിരുന്നു ആ സമയത്ത്. അതായത് ആ സമരം കണ്ട് പിണറായി അക്ഷരാർത്ഥത്തിൽ പേടിച്ചുപോയി. അതും അനാവശ്യ ധാർഷ്ട്യമായിരുന്നു. ഇതിനെല്ലാം വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. അതായത് പാർട്ടി അടപടലം തോറ്റു തൊപ്പിയിടുന്ന കാഴ്ച കണ്ടു. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ ഇത് അപകടമാണെന്ന് CPMന്റെ മുതിർന്ന നേതാക്കൾ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അപ്പോഴും അത് വകവയ്ക്കാൻ പോയില്ല. ഒടുക്കം എന്താണ്? ഈ 2 സമരങ്ങളിൽ സ്ത്രീകളോടായിരുന്നു പിണറായി യുദ്ധം ചെയ്തത്. പക്ഷേ തോറ്റുപോയി. ആ മഞ്ഞക്കുറ്റി ഇപ്പോഴുമുണ്ട്, സമരവിജയത്തിന്റെ സ്മാരകമായി. ചെങ്ങന്നൂർ കൊഴുവല്ലൂർ കിഴക്കേ മോടിയിൽ തങ്കമ്മയുടെ ആ ഒറ്റമുറി വീടിന് സമീപം ആ മഞ്ഞക്കുറ്റി ഇപ്പോഴും കിടപ്പുണ്ട്. 2022 മാർച്ച് 14 തങ്കമ്മയുടെ ഒറ്റമുറി കൂരയ്ക്ക് മുന്നിലെ അടുപ്പുകല്ല് നീക്കി കേരയിൽ ഉദ്യോഗസ്ഥർ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചത്. മാർച്ച് 15 മലയാള മനോരമ പത്രത്തിൽ 1ാം പേജിൽ ഈ ചിത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നാലെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ എത്തി കുറ്റി പിഴുതുമാറ്റി. തുടർന്ന് അന്നത്തെ മന്ത്രിയായിരുന്ന സജി ചെറിയാന്റെ നേതൃത്വത്തിൽ കുറ്റി വീണ്ടും സ്ഥാപിച്ചു. തങ്കമ്മയ്ക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് വാഗ്ദാനവും നൽകി. എന്നാൽ മന്ത്രി വീട് നൽകിയില്ല എന്നാരോപിച്ച് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി 7.75 ലക്ഷം രൂപ ചെലവിൽ തങ്കമ്മയ്ക്ക് വീട് നിർമ്മിച്ച് നൽകി. സമരത്തിന്റെ ഭാഗമായി മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞ സ്ഥലങ്ങളിൽ അവിടെ നട്ട വാഴകളിൽ നിന്ന് വാഴക്കുല വിളവെടുത്ത് ലേലം ചെയ്ത് ലഭിച്ച തുക കൂടി വിനിയോഗിച്ചായിരുന്നു വീട് പണി നടത്തിയത്. 2022 മാർച്ച് 4 മുതലായിരുന്നു മുളക്കുഴ സംഘർഷ ഭൂമിയായത്. ഊരിക്കടവ് പാലത്തിന് സമീപമാണ് ആദ്യത്തെ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചത്. എതിർക്കാൻ വന്ന ഭൂ ഉടമകളെ പോലീസ് തല്ലിച്ചതച്ചു.
സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറി. ജനകീയ സമിതി ജില്ലാ കൺവീനർ മധു ചെങ്ങന്നൂരും വൈസ് പ്രസിഡന്റ് ഫിലിപ്പ് വർഗീസും കഴിഞ്ഞ ദിവസം ആ ദിവസങ്ങളിലെ പോലീസ് ഭീകരത വിവരിച്ചപ്പോൾ ചുറ്റും കൂടി നിന്ന മനുഷ്യരുടെ മുഖത്ത് രോഷം തിളയ്ക്കുകയായിരുന്നു. പോലീസ് പിടിച്ചു വലിച്ചപ്പോൾ മതിലിൽ ഉരഞ്ഞ് എൻ്റെ ഇടത് കൈയുടെ തോള് മുതൽ കൈപ്പത്തി വരെ കീറി. ശാന്തമ്മ സ്റ്റീഫൻ എന്നയാൾ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. മഞ്ഞക്കുറ്റി സ്ഥാപിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാർ പിടിച്ചു തിരിച്ച കൈക്ക് വേദന ഇപ്പോഴും ഉണ്ടെന്ന് ബിമൽജി പറയുന്നു. പോലീസിനെ തടയാൻ സ്വന്തം ശരീരത്തിൽ മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ തന്നെ ക്രൂരമായി തല്ലിച്ചതച്ച സംഭവം വിവരിക്കുമ്പോൾ റജി തോമസിന്റെ കണ്ണിൽ ഇപ്പോഴും ആ വേദനയും ഭീതിയും ഉണ്ടായിരുന്നു. ഹൃദ്രോഗിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും തന്റെ ഭർത്താവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ഷീജ പ്രതികരിച്ചു. അന്നത്തെ സമരത്തിന്റെ മുന്നണിയിൽ സജീവമായി ഉണ്ടായിരുന്ന KPCC ജനറൽ സെക്രട്ടറി എബി കുര്യാക്കോസ് എത്തിയപ്പോൾ സമരസമിതി പ്രവർത്തകർ ചുറ്റും കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF നേടിയ ഉജ്ജ്വല വിജയം അന്നത്തെ ക്രൂരതകൾക്കുള്ള മറുപടിയാണെന്ന് എബിയുടെ വാക്കുകൾ എല്ലാവരും ശരിവെച്ചു. ഊരിക്കടവ് പാലത്തിന് സമീപത്ത് നിന്ന് പിഴുതെറിഞ്ഞ മഞ്ഞക്കുറ്റി അത് ഒരു ആവേശമാണ്, ഞങ്ങൾക്ക് ഒരു വിജയ ആഘോഷം നൽകിയെന്നാണ് നാട്ടുകാർ പോലും പ്രതികരിച്ചത്. ഇത് മാത്രമല്ല, അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ കയ്യിൽ ഒരു ബാനർ ഉണ്ടായിരുന്നു. അതിലെഴുതിയ വാചകം എന്ത് വില കൊടുത്തും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്ന ധാർഷ്ട്യത്തിനെതിരെയുള്ള മറുപടിയായിരുന്നു. കേരയിൽ വരില്ല കേട്ടോ. അതായത് പിണറായി വിജയന്റെ അന്നത്തെ ധാർഷ്ട്യ വാക്കായിരുന്നു എല്ലാ വേദിയിലും കയറി കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞത്. അതിനുള്ള മറുപടിയായിരുന്നു ഇത്. ഇടത് സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി അകാല ചരമമടയുമ്പോൾ പത്തനംതിട്ടയ്ക്ക് പറയാനുള്ളത് ഐതിഹാസിക സമരത്തിന്റെ വീരകഥകളാണ്. പദ്ധതി ഉപേക്ഷിച്ചതായി പുതിയ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ആയിരങ്ങളുടെ നെഞ്ചിലെ തീയാണ് അണഞ്ഞത്. കിടപ്പാടം നഷ്ടമായി വഴിയാധാരമാകേണ്ടി വരുമോ എന്ന ആശങ്കയാണ് മഞ്ഞക്കുറ്റി സ്ഥാപിക്കാനെത്തിയ പോലീസ്, റവന്യൂ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ വീട്ടമ്മമാരും കുട്ടികളും അടക്കമുള്ളവർക്ക് ധൈര്യം പകർന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ പുതിയ സമര പോരാളികളെ സ്വയം രൂപപ്പെടുത്തിയ മുന്നേറ്റമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ട സിൽവർ ലൈൻ വിരുദ്ധ സമരം. സംസ്ഥാന തലത്തിൽ ജനകീയ സമിതി രൂപപ്പെടുന്നതിന് മുൻപ് പത്തനംതിട്ടയിലെ കുന്നന്താനം കേന്ദ്രമായി പൈതൃക സംരക്ഷണ സമിതി രൂപവൽക്കരിച്ചായിരുന്നു സമരത്തിന്റെ തുടക്കം. സർവ്വസന്നാഹങ്ങളുമായി മഞ്ഞക്കുറ്റിയിടാൻ വാശിയോടെ സർക്കാർ പുറപ്പെട്ടപ്പോൾ ചെറുക്കാൻ സ്വന്തം ഭൂമിയിൽ നിലയുറപ്പിച്ച റോസലിൻ ഫിലിപ്പിനെയും മകളെയും വലിച്ചിഴച്ചു കൊണ്ടുപോയ മാടപ്പള്ളിയിലെ പോലീസ് അതിക്രമം ഇന്നും മറക്കാനാകില്ല. കുറ്റിയിടാൻ വരുന്നവരെ തടയാൻ ജനകീയ സമിതി തീർത്ത മനുഷ്യമതിൽ ഉദ്ഘാടനം ചെയ്ത ജോസഫ് M പുതുശ്ശേരി അടക്കമുള്ളവർ പോലീസ് അതിക്രമത്തിനിരയായി. പത്തനംതിട്ട ജില്ലയിലെ കോയിപ്രം, ഇരവിപേരൂർ, കല്ലൂപ്പാറ, നടക്കൽ, കുന്നന്താനം ഭാഗങ്ങളിലൂടെയായിരുന്നു ലൈൻ കടന്നു പോകേണ്ടിയിരുന്നത്. 7 വർഷത്തോളം വിട്ടുവീഴ്ചയില്ലാതെ നടത്തിയ സമരം വിജയത്തിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ആ ജനങ്ങളുള്ളത്. സർവേ കല്ലിട്ട് അടയാളപ്പെടുത്തിയ സിൽവർ ലൈൻ മഞ്ഞക്കുറ്റികൾ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ നെഞ്ചിലെ തീ തന്നെയായിരുന്നു. അതിശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നിട്ടും ഈ അടയാളക്കല്ലുകൾ മാറുമോ എന്ന ആദിയായിരുന്നു എല്ലാവർക്കും. ഇവിടെ അന്നത്തെ പിണറായി സർക്കാരിന് പിഴച്ചുപോയത് സമരത്തിന് നേതൃത്വം നൽകിയവർക്ക് പുറമെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ വീട്ടമ്മമാരെയും സ്ത്രീകളെയും സർക്കാർ വേട്ടയാടിയതും തല്ലിച്ചതച്ചതുമാണ്. ചിലരെ ജയിലിലാക്കി. പദ്ധതിയും കേസുകളും പിൻവലിക്കണമെന്ന് ഇടത് സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും സർക്കാർ ചെവിക്കൊണ്ടില്ല. ഒടുവിൽ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ VD സതീശന്റെ പ്രഖ്യാപനം വന്നതോടുകൂടിയാണ് വലിയ ആവേശത്തിലേക്ക് ഈ പാവപ്പെട്ട മനുഷ്യർ എത്തുന്നത്.